ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം പ്രിയമായ മക്കളെ ശിക്ഷിക്കുന്ന ദൈവം എന്നതാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-20 ഭാഗം നോക്കുമ്പോൾ നാം അവിടെ കാണുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 21 നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ എന്ന് ഇവിടെ എടുത്ത് പറയുന്നു. ലവദോക്യ സഭയോട് യോഹന്നാൻ ശ്ലീഹ പറയുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. എനിക്ക് ഇഷ്ടമായവരെ ഞാൻ ശിക്ഷിക്കും, അവരെ ഞാൻ ശാസിക്കും എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഞാൻ വാതിൽ മുട്ടും, നീ വാതിൽ തുറന്നാൽ ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കും. ദൈവം പറയുന്നു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? 19-ാം വാക്യത്തിൽ കാണുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പതറാതെ നാം അവനോട് അടുത്തു ചെന്ന് അവനോട് അപേക്ഷിച്ചാൽ അവൻ ഒരിക്കലും കൈവിടുകയില്ല. അവനിൽ നിന്നും അകന്നു പോകാതെ ഇരിക്കാനായിട്ടാണ് നമ്മെ അവൻ ശിക്ഷിക്കുന്നത് എന്നും നാം മറക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാകുകയില്ല. നിന്നെ കരയിപ്പിക്കുന്നത് അവനോട് കൂടുതൽ അടുക്കുന്നതിനായിട്ടാണ്. വ്യാകുലപ്പെടാതെ, ദുഃഖിക്കാതെ, പഴിക്കാതെ നാം ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കണം. അപ്പോഴാണ് 21-ാമത്തെ വാക്യം നാം ഓർക്കേണ്ടത്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇയ്യോബിനെ നമ്മൾ നോക്കുക. വളരെ സമ്പന്നനായിരുന്നു. 10 മക്കൾ ഉണ്ടായിരുന്നു. ആടുമാടുകളും സമ്പത്തും ഒരുപാടുണ്ടായിരുന്നു. സാത്താനാൽ അവൻ പരീക്ഷിക്കപ്പെടുന്നു. അവൻ്റെ ഭാര്യ അവനെ പഴിക്കുന്നു. കൂട്ടുകാരായ തേമാന്യനായ എലിഫസ്, ശൂഖ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിവർ അവനെ ആശ്വസിപ്പിക്കുന്നതിനായി അവൻ്റെ അടുക്കൽ വരുന്നുണ്ട്. എന്നാൽ നാം ഇവിടെ കാണുന്ന മറ്റൊരു ഭാഗം, തൻ്റെ ഭാര്യയോട് അവൻ എന്താണ് ഈ കഷ്ടസമയത്ത് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്യുന്നില്ല എന്ന് നാം ഇവിടെ കാണുന്നു. അവൻ്റെ ദുഃഖത്തിൽ ദൈവത്തെ വെറുക്കാതെ ഉറച്ചു നിന്നതിനാൽ അവന് എല്ലാം തിരികെ കിട്ടിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ ധനവാൻ, സമ്പന്നനായിരുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. 18 വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇയ്യോബിനെ പോലെ യോഹന്നാൻ ശ്ലീഹ ലവദോക്യ സഭയോട് പറയുന്നത് പോലെ നാമും ഇത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്തേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക്
ചെല്ലാൻ നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് ഒരു പാട്ട് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, കാരുണ്യവാനായ കർത്താവേ, നിനക്ക് ഇഷ്ടമായവരെ നീ ശിക്ഷിക്കുമ്പോൾ പതറാതെ അതിനെ അതിജീവിക്കുവാൻ ശക്തി നൽകണമേ. നിന്റെ ശാസനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. നീ വന്ന വാതിൽക്കൽ മുട്ടുമ്പോൾ തുറന്ന് നിന്നെ സ്വീകരിക്കത്തക്കവണ്ണം ഞങ്ങളെ ക്രമപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സുകളെ ശുദ്ധീകരിച്ച് നിന്നെ സ്വീകരിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാ ശക്തിയാൽ നിറയ്ക്കണമേ. യോബിനെ പോലെ സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇതേവരെ എന്നെ ശ്രവിച്ച നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.